ഇതായി. ബ്രോ എനിക്കൊരു നല്ല പണി കിട്ടി. അതോടെ മെയിനായിട്ട് പറയാൻ വരുമായിരുന്നു. ഞങ്ങൾ കണ്ണൂർ പോയില്ലേ? കണ്ണൂർ പോയ വഴിക്ക് ഞാൻ ഇവിടുന്ന് ലൈവ് കഴിഞ്ഞ് ഞാൻ എന്തായാലും ഉറങ്ങുന്ന ടൈം കുറേ ദിവസമായിട്ട് ഒരു രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആയിരുന്നു ഉറങ്ങണ ടൈം. അപ്പോൾ എന്തായാലും ഞാൻ അത്രയും ടൈം ആവുമല്ലോ ഉറങ്ങാനെന്ന് വിചാരിച്ച് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ലാസ്റ്റ് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് മൂവാറ്റുപുഴയിലെത്തി. നമ്മുടെ ബോബോയുടെ നാടെത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വണ്ടി എടുക്കുക പട്ടേന്നൊരു സൗണ്ട് കേട്ട് ഫ്രണ്ട് ടയർ പൊട്ടി കീറിപ്പോയി കേട്ടോ. ടയർ പുതിയ മേടിച്ചിട്ട് ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. ഒരു സാധനത്തിനകത്ത് അടിച്ച് കയറിയതാ. എന്തോ ഒരു സാധനം ഒരു കമ്പി റോഡിൽ കിടക്കുമായിരുന്നു. അത് അടിച്ച് നേരെ വീലിനകത്ത് കയറി വീല് പൊട്ടിത്തെറിച്ച്. എൻ്റെ കയ്യിൽ നിന്ന് പാളിയൊന്നുമില്ല. ഭാഗ്യത്തിന് വണ്ടി പിടിച്ച് നിർത്തി ഞങ്ങൾ അവിടെ തന്നെ ഡിലേ ആയി. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഒരു പയ്യൻ വന്ന് പയ്യൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് ഈ വണ്ടി ഒന്ന് കിട്ടാതായപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു, പയ്യ മോനെ ഒരു വണ്ടി സെറ്റാക്കി എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാരെ ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച് 200 റുപ്പീസ് ഒപ്പിച്ചാൽ. നൈഫ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് ഒപ്പിച്ചാൽ. ഗൈസ് എല്ലാവർക്കും മെമ്പർഷിപ്പ് റീന്യൂസ് പുതിയ മന്താണ്. അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. ഈ വട്ടം എനിക്ക് ഈ മാസം നമ്മൾ മെമ്പർഷിപ്പ് കൂടണം. ഈ വട്ടം നമുക്ക് മറ്റേ ഹ്യൂമൻ സ്ട്രീം ചെയ്ത് തീർക്കണം. അപ്പം ഇത് കസാൻ തീർത്തിട്ട് അപ്പം ഞാൻ ബാക്കി കഥ പറഞ്ഞിട്ട് ഇത് പറയാം. അപ്പൊ ഞാൻ പയ്യനോട് പറഞ്ഞൊരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് വണ്ടി സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ കയ്യിൽ നന്നായിട്ട് ഓടുന്ന ഒരു XUV ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടോട്ട് പറഞ്ഞ് ഇതിനേക്കാൾ പുതിയ വണ്ടി വേറെ കിടപ്പുണ്ട്, അതെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി എൻ്റെ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് റിക്കവറി വാൻ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ടയർ ഊരി നമ്മൾ എറണാകുളത്ത് നിന്നാണ് ടയർ മേടിച്ചത്. അപ്പോൾ ടയർ എറണാകുളത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടയർ ഊരി അവിടെ എറണാകുളത്ത് എത്തിക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് കറക്റ്റ് പയ്യന്റെ വീട്ടിൽ ഒരു വണ്ടി എടുത്ത് ആ വണ്ടിയിൽ വിട്ടറിഞ്ഞ് എങ്ങനെയോ 3 മണിക്ക് മുമ്പ് ഇവന്റിന്റെ സമയത്ത് മൈജിയിലെത്തി. ഇവന്റ് എല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്ന്. എടാ കണ്ണൂർ ഉള്ള കുറേ പേര് എൻ്റെ അങ്ങനെ ആ മലബാർ സൈഡ് അങ്ങനെ ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഇപ്പൊ ഈവൻ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ പോലും എനിക്ക് മലബാർ സൈഡിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം സൈഡിൽ നിന്നൊക്കെ എനിക്ക് വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്നിട്ട് പോലും അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഒരു 60-70 പിള്ളേരൊക്കെ വന്ന് നമ്മളെല്ലാവരുടെ അടുത്ത് ഈ ഷോറൂം അതിനകത്ത് നിൽക്കാനുള്ള സ്ഥലവും ഇല്ലായിരുന്നു കേസ്. എല്ലാവരുമായിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി രാത്രിയിൽ വണ്ടി എടുത്തപ്പം ഞാൻ ഇവനോട് ഇങ്ങനെ പറയാം വണ്ടിക്കകത്തിരുന്നു, മോനെ നീ AC-യുടെ ഫിൽറ്റർ മാറാൻ സമയമായി കേട്ടോ. വെളിയിൽ ഫ്രണ്ടിൽ ഒരു ചേതക്ക് പോകുന്നു, ആ ചേതക്കിൻ്റെ മണ്ണെണ്ണയുടെ മണം നമുക്ക് വണ്ടിക്കകത്ത് അടിക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞ ശരിയാ മാറാറായെന്ന്. കുറച്ച് കഴിഞ്ഞ് മിററിൽ കൂടെ നോക്കിയപ്പോൾ പുറകെ കൂടെ ഹോൺ അടിച്ച് ഒരു പട ആൾക്കാർ വരുന്നു. വണ്ടി നിന്ന് കത്തണമെന്ന്, ഡീസൽ വെളിയിൽ ചാടുന്നൊക്കെ പറഞ്ഞ്. എൻ്റെ അമ്മ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ വണ്ടിക്കകത്ത് ഡീസൽ പടപടെ കുറയാണ്. ഡീസൽ ഒരു ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടായിരുന്നതാ, ഒറ്റ അടിക്ക് പടയെന്ന് മൊത്തം പോയി. ആൾക്കാരെല്ലാം അവിടെ വണ്ടി വന്ന് ഓവർടേക്ക് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞ് പുറകെ കൂടെ ഡീസൽ ലീക്ക് ആവുന്നെന്ന്. നോക്കി അഴിച്ചപ്പോൾ ഉണ്ടറാ ഡീസൽ ഫിൽറ്റർ പോയി, വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ പോയി, ഡീസൽ ലീക്ക് ആവുക. ആൻഡ് വെറുതെ ഗൈസ് ഞാൻ എൻ്റെ ഒരു വിഷമം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലം എവിടാന്നോ ഒന്നും പറയാതെ കണ്ണൂർ ഒരു സ്ഥലത്തിൻ്റെ ജസ്റ്റ് വെറുതെ ഒരു സ്റ്റോറി എടുത്തിട്ട് ഗൈസ് പറയാതിരിക്കാൻ വയ്യ. ഞാൻ സത്യം പറയല്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം എനിക്ക് തിരുത്തി പറയാനുള്ളൊരു കാര്യം ഞാൻ പറയണേ. ഞാൻ ആ സ്റ്റോറി എവിടെയാണെന്ന് ഒന്നും ഇട്ടില്ല. ജസ്റ്റ് അവന്മാര് റോഡ് പണി നടക്കുന്നതിന്റെ ഒരു പില്ലറിന്റെ ഇത് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് ആ സ്പോട്ടിൽ ഒരു 40 പിള്ളേരെങ്കിലും വന്നിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയണല്ല, അന്ന് എന്നെ അവിടെ വന്ന് കണ്ട ഒരുപാട് പേരുണ്ട് കേട്ടാ. ആനന്ദ് അണ്ണാ പവറല്ലേ ഗൈസ്, ഇവൻ വന്ന് ആനന്ദ് വന്ന് നമ്മുടെ ഈ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ആനന്ദ് ഇവന്റെ വണ്ടിയും കൊണ്ട് വന്ന്. ഞാൻ സത്യം പറയാലോ ഒരു 40 പിള്ളേരെങ്കിലും വന്നിട്ടുണ്ടാവും. ആ പിള്ളേരെല്ലാരും വന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെയൊക്കെ വിളിച്ചോണ്ട് ഒരു പയ്യൻ ഉറങ്ങി കിടന്നിരുന്ന ഷോറൂമിൽ നിന്ന് ഒരു പയ്യനെയും കൊണ്ട് നേരെ വന്നു കേട്ടാ. ആൻഡ് ഏറ്റവും വലിയൊരു കാര്യം ഇത് ഞാൻ ലൈവിൽ എടുത്ത് പറയാനുള്ളൊരു മെയിൻ കാര്യം പറയട്ടെ ഗൈസ്. ഞാൻ വണ്ടി അവിടെ നിർത്തിയ സമയത്ത് ഒരു പരിചയമില്ലാത്ത, ഞാൻ യൂട്യൂബർ ആണെന്നും ഒന്നും അറിയാത്തൊരു റാൻഡം ചേട്ടൻ ആ വണ്ടിക്കകത്ത് വന്ന് ഇടപെട്ട് കേട്ടാ. പുള്ളി വന്ന് ഇടപെട്ടിട്ട് പുള്ളി ആദ്യമേ തൊട്ടേ അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരുന്നതിന് മുമ്പേ പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അങ്ങനെ ശരിയാക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് നമ്മുടെ കൂടെ വണ്ടി ശരിയാവുന്നിടം വരെ പുള്ളി അവിടെ നിന്ന് കേട്ടോ. പുള്ളി സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാം നിന്ന്. അപ്പം ഞാൻ ബാക്കി വണ്ടി ശരിയാക്കി ആൾക്കാരുടെ പേയ്മെന്റ് എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷം
പുള്ളിക്ക് ഞാനൊരു 500 രൂപ ഞാൻ ഇങ്ങനെ 500 രൂപ എടുത്തിട്ട് ചേട്ടാ ഇത് വെച്ചോ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം നിന്നതിന് ഇതെന്ന് പറഞ്ഞു തന്നപ്പം പുള്ളിക്ക് എന്നെ അറിഞ്ഞൂടാ, പുള്ളിക്ക് എന്നെ യൂട്യൂബർ ആണെന്നും ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. പുള്ളി അന്നേരം 500 രൂപ എടുത്തപ്പോൾ പറഞ്ഞു പൈസ ഒന്നും വേണ്ട മോനെ, എനിക്ക് പൈസ ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്ത് തൊട്ടപ്പുറത്ത് എന്തോ പള്ളിയോ എന്തിൻ്റെയോ ഒരു ഇതുണ്ട്, അത് അവിടെ ഡൊണേഷൻ ആയിട്ട് കൊടുത്തോ, അല്ലെങ്കിൽ അതിനകത്ത് ഇട്ടോ, എനിക്ക് പൈസ ആയിട്ടൊന്നും വേണ്ട, തരാൻ ഉദ്ദേശിച്ചതല്ലേ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ട് പോയി. സത്യം പറയാലോ, ഞാൻ അന്ന് അന്ന് കുറെ നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റി സത്യമായിട്ടും. അതെനിക്ക് പേഴ്സണലി അന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര അത്രയും നെഗറ്റീവിന്റെ ഇടയ്ക്ക് എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നിയ ദിവസം അതാണ്. ആ ഒരു സമയം മൊമെന്റ് സത്യം പറഞ്ഞാൽ അതാണ്. കുറെ നല്ല പിള്ളേർ വന്ന കേസ്, കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി, കുറെ പേര് ഓടി വന്ന് സഹായിക്കാനൊക്കെ ആയിട്ട്. കണ്ണൂർ യാത്ര ഞാൻ എന്തായാലും മറക്കത്തില്ല. നമ്മള് ഈ ഓരോ എല്ലാ നാട്ടിലും ഓരോ കുണ്ണകളുണ്ടാവൂലേ, അതുപോലെ നാടിനെ പറയിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാരുണ്ടാവും. പക്ഷേ കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവരും ട്രോൾസിലും ഇതിലെല്ലാം കാണുന്നത് ബോംബും ഇതൊക്കെയാണ്. പക്ഷെ അവിടുത്തെ ഒരു കൂട്ടം നല്ല മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റി സത്യമായിട്ട് പറയാമല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. കണ്ണൂർ സൂപ്പർ അല്ലേ. ഫാസ്റ്റ് ബീസ് ബ്രോ, നിങ്ങൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ്. ഈ സൂപ്പർ ചാറ്റിൽ ഇവിടെ ഇന്ന് വന്നിരിക്കണ എല്ലാവരും നമുക്ക് കണ്ണൂർ എന്തൊക്കെ ആവശ്യത്തിനും എല്ലാ ആവശ്യത്തിനും ഒരുപാട് പേര് അവിടെ കൂടെ ഉണ്ടായിരുന്നു. സത്യമായിട്ട് പറയാതിരിക്കാൻ വയ്യ. അതൊരു പ്രത്യേക നന്ദിയുണ്ട് അതിന്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അത്രയും പേര് ഉണ്ടായിരുന്നതിൽ ഒരുപാട് സന്തോഷം. അന്ന് നമ്മൾ തുണി പൊക്കിയെന്ന് ആ ജിഷ്ണു ബ്രോ, നമ്മുടെ ആനന്ദിന്റെ വണ്ടിയുടെ ഗൈസ്, ഇവന്റെ വണ്ടി അങ്ങ് ഇവന്റെ വണ്ടി R15 കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു R15 നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ശരിയാക്കി വെച്ചിരിക്കണ ഒരു R15. ഞാനിങ്ങനെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇവൻ എൻ്റെ ഇതിനകത്ത് സൂപ്പർ ചാറ്റ് ചെയ്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ആനന്ദില്ലേ, ഇവൻ ഇതിനകത്ത് എൻ്റെ സൂപ്പർ ചാറ്റ് ചെയ്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവൻ R15 വരെ ഒരു ഡ്യൂക്ക് എടുത്ത് അവിടെ വെക്കായിരുന്നു. ഇവൻ ആ വണ്ടിയുടെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു പൊട്ടിച്ചിട്ടുണ്ടാവും 20,000 രൂപ. ആനന്ദ് എടാ മോനെ സന്തോഷമായി ഇതിനെ കണ്ടിട്ട്. പക്ഷേ ഒരു കാര്യം പറയല്ല കൈസ, എനിക്ക് അവനെ കണ്ടപ്പോൾ, ആനന്ദിനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. അവൻ എല്ലാ പണിക്കും പോയിട്ടാണ് അവൻ്റെ വണ്ടി സെറ്റാക്കി ഇതാക്കിയത്. അവൻ എല്ലാ പണിക്കും എല്ലാത്തിനും പോകുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. എല്ലാത്തിനും പോയി അവൻ്റെതായിട്ടുള്ള ഒരു ഇത് മാറ്റി വെച്ചാണ് അവൻ ആ വണ്ടി സെറ്റാക്കിയത്. നിന്റെ വണ്ടിയുടെ തുണി എനിക്ക് ശരിക്കും പൊക്കണമെന്നുണ്ടോ? അടുത്ത വണ്ടി മേടിക്കുമ്പോൾ നീ എന്നെ കൊണ്ട് തന്നെ തുണി പൊക്കിക്കണം, ഞാൻ വരും. അപ്പൊ സുഗുബ്രോ, സുഗുബ്രോ താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. സുൽഫി ബ്രോ താങ്ക് യു സോ മച്ച് 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. കേസ് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ. ശബരി ശനിൽ ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു മെക്കാനിക് അബി ബ്രോ ഓൾസോ. അതെ സത്യം മെക്കാനിക് ബ്രോ പുള്ളി വന്ന അണ്ണാ. ഹൗ ഈസ് കണ്ണൂർ ഫുഡ് ഗൈസ്? കണ്ണൂര് ഞാൻ ആദ്യമായിട്ടാണ് അറിയണ കേട്ടോ. ബിരിയാണിക്കകത്ത് നാടൻ കോഴി, എന്തോ ലഗൂൺ ബിരിയാണിയോ, ഞാൻ അതാണ് കഴിച്ചത്. സോഫ്റ്റ് എന്ന് പറയണ ഒരു കടയോ, സോഫ്റ്റിൽ ബിരിയാണി എന്നാ പറഞ്ഞത്. ഞാൻ അതാണ് കഴിച്ചത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണിക്കകത്ത് ഉണ്ടല്ലോ അവിടെ ഭയങ്കരമായിട്ട് മസാല ഉണ്ടാവും, ഇത് ഇങ്ങനെ മസാല. പക്ഷെ ആ ബിരിയാണിയിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. കണ്ണൂർ സൈഡിലെ ബിരിയാണിയൊക്കെ അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുക. ലഗൂൺ ബിരിയാണി അങ്ങനെ, അയ്യോ ഞാൻ പറയണ തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ലഗൂൺ ബിരിയാണി അങ്ങനെ എന്തോ ബിരിയാണിയാണ്, എന്തോ നാടൻ കോഴി എന്തോ ആണെന്നെന്തോ പറഞ്ഞത്. ആണോ? അങ്ങനെയാണോ പറയണത്? അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ അതാ കഴിച്ചത്, സോഫ്റ്റിലെ ലഗൂൺ ബിരിയാണി. സോഫ്റ്റ് എന്നാണെന്ന് തോന്നുന്നു. ഞാൻ അവിടുത്തെ കഴിച്ചു നോക്കിയത്. വേറെ എങ്ങൊന്നും കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. രാത്രി വണ്ടി പണി തന്നുകൊണ്ട് നമുക്ക് എറണാകുളം എത്താൻ പറ്റിയില്ല. ആസിഫ് അലി പുള്ളിക്ക് ഒരു ഇതുണ്ടായിരുന്നു ദുബായിലോ എവിടെയോ എന്തോ ഒരു പരിപാടി, പ്രൊമോഷൻ പ്രോഗ്രാമോ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അത് 5-ാം തീയതിയിലത്തേക്ക് മാറ്റി. അപ്പൊ നമ്മൾ ഇനി അപ്പൊ എനിവേ നല്ലൊരു ജേണി ആയിരുന്നു. കുറെ പേരെ കാണാൻ പറ്റി ഗൈസ്. എല്ലാരെയും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. മലബാർ സൈഡിലൊക്കെ ആദ്യമായിട്ടാണെന്ന്. മലബാർ